ജനങ്ങൾക്കൊരു ഉപകാരിയായി നമ്മൾ മാറുന്നില്ലല്ലോ. തന്റെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഒരു ഉപദ്രവകാരിയായിട്ടല്ലേ നമ്മൾ പെരുമാറുന്നത്. നമ്മളവരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുകയല്ലേ, അനിയന്മാര് ജ്യേഷ്ഠന്മാര് അല്ലെങ്കിൽ ഇളയച്ചി മൂത്തച്ചി നാത്തൂന് അമ്മായിമ്മ മരുമകൾ പരസ്പരം കലയിക്കുകയല്ലേ. നമ്മൾ മരണപ്പെട്ടാൽ ആരെങ്കിലും ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുമോ? അതല്ല, അവൻ മരിച്ചത് നന്നായി എന്നാണോ പറയുക? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവൻ മരിച്ചത് നന്നായി, അവന്റെ ശല്യം ഇനി ഉണ്ടാവില്ലല്ലോ. എത്ര ബുദ്ധിമുട്ടുകളാണ് അവൻ എന്നെ ഏൽപ്പിച്ചത്, അവനെ കൊണ്ടാകെ ശല്യമായിരുന്നു. അവൻ മരിച്ചു പോയത് നന്നായി പോയി. നമ്മുടെ മരണവാർത്ത അറിഞ്ഞ് ചിരിക്കുന്നവർ എത്ര പേരാണ്? നമ്മുടെ മരണവാർത്ത അറിഞ്ഞ് പൊട്ടിക്കരയുന്ന എത്ര പേര് നമുക്കുണ്ട് കൂട്ടുകാരായി? അവന്റെ ശല്യം തീർന്നു എന്ന് പറയുന്ന എത്ര ആളുകളാണ്? അവസാനമായി നമ്മെ ഒന്ന് കാണാൻ വരുന്ന, ഒരു ഫാത്തിഹ ഓതി ഒരു യാസീൻ ഓതി ഹദിയ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്ത് ഖബറിലേക്ക് യാത്രയാക്കുന്ന, നമ്മുടെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന, ഖബർ വരെ അനുഗമിക്കുന്ന, അതുപോലെ നമുക്ക് തസ്ബീഹും തൽഖീനും ഒക്കെ ചെയ്തു തരുന്ന, നാം മണ്ണിലാണെങ്കിലും സദാ സമയം നമ്മെ ഓർക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര കൂട്ടുകാര് നമുക്ക് ഉണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ഭൂമി ലോകത്ത് നമ്മൾ വന്നു, ഇനി ഒരു മരണം ഉറപ്പാണ്. എപ്പോഴും അത് സംഭവിക്കാം. സിനിമക്ക് പോകുന്ന സമയത്ത് അവർ നിന്റെ കൂടെയുണ്ട്. കള്ള് ഷാപ്പിലേക്കോ അനാവശ്യമായ സ്ഥലങ്ങളിലേക്കോ പുറപ്പെടുമ്പോ അവർ നിന്നെ അനുഗമിക്കാറുണ്ട്. വ്യഭിചാരത്തിന് വേണ്ടി പോകുമ്പോ കാവലായി അവർ നിന്റെ കൂടെയുണ്ട്. എല്ലാ തോന്നിവാസത്തിനും അവർ നിനക്ക് കൂട്ടുണ്ട്. അവർ നിന്നെ പള്ളിയിലേക്ക് ക്ഷണിക്കാൻ മുതിർന്നില്ല. സ്വലാത്ത് മജ്ലിസിലേക്കോ ദിക്ർ മജ്ലിസിലേക്കോ പങ്കെടുക്കാൻ ക്ഷണിച്ചില്ല.